കുട്ടീന്ന് വിളിച്ചോട്ടെ? വേണ്ട. പിന്നെ പറയട്ടെ? കുയിലെന്ന് വിളിച്ചാ മതി. ആദ്യം വിളിച്ചപ്പോഴേ എനിക്കിഷ്ടായി. ഏയ്, പിന്നെ ഇത്രയും നാളും കാന്താരിയേക്ക് നടന്നതെന്താ? വലിയ ഇഷ്ടായിട്ട്. എത്ര വലിയ ഇഷ്ടം? ഇത്രയും? അതിലും ഇത്രയും? ഇത്രയും? ഈ മലയുടെ അത്രയും? ഈ കോടിമലയുടെ അത്രയും? പിന്നെ എത്രയെന്ന് പറ. അങ്ങനൊക്കെ ചോദിച്ചാല് എന്താ പറയാ? ഇതിലൊക്കെ കൂടുതലാ. അതേ എനിക്കറിയൂ. കുയിലേ, എനിക്കും കുയിലിന് വലിയ ഇഷ്ടമാണ്. ഒരച്ഛനേ ഉള്ളൂ. ഇങ്ങനെയാന്ന് വെച്ചാ നോക്കണ്ട. ഓരോന്നായിട്ടല്ലേ പറയാൻ. കല്യാണം കഴിക്കാൻ ഒരു വായ്നോക്ക് ചെറുക്കം വരും. വന്നല്ല. തീരുമാനിച്ചോ? ആ, എത്ര കുട്ടികളാന്ന് നോക്കട്ടെ. ചീത്ത വർത്താനൊന്നും വേണ്ട കേട്ടോ. എന്നാ വേണ്ട. കുട്ടികളില്ല മച്ചി. ഞാൻ പോണു. പോണില്ല. പിന്നെ നല്ല മിനുസുള്ള പൂ പോലത്തെ കയ്യാ. എന്നാലും തല്ലിയാന്നോ? ഇനിയൊന്നും പറയണ്ട. സത്യമല്ലേ പറഞ്ഞത്? നല്ലോണം വേദനിച്ചോ? ഞാൻ അറിയാതെയല്ലേ. സാരമില്ല, വേദന പോവാൻ ഒരു വഴിയുണ്ട്. എന്താ വഴി? അടി കൊണ്ടെടുത്ത് അടിച്ചാലൊരു മുത്തം തന്നാ മതി. എന്നാ വേദന പോവോ? ഇവിടെ വേദന? ദേ ഇവിടെ. അവിടെയല്ല, ഇവിടെ ഇവിടെ. അയ്യോ, അവിടെയല്ല, ദേ ഇവിടെ. അവിടെ അല്ലെന്നേ. മതിയല്ലോ. അയ്യോ, അടി കൊണ്ടത് ഇടത്തെ കവിളായിരുന്നു. ഇപ്പോഴാ ഓർത്തത്. എങ്കിലേ കാര്യമായിപ്പോയി. കുറച്ച് വേദനിച്ചോട്ടെ. ഞാൻ പോണു. നോക്കടുത്ത കള്ളേ പറയൂ. കള്ളൻ. കുയിലേ, എന്ത് പറ്റി കുയിലേ? വേദനയുണ്ടോ ഇപ്പൊ?
കരയുന്നേ? കുയിലിന് നൊന്താ എനിക്കും നോവൂലേ? ഞാനൊരു രാജകുമാരനായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? നിന്റെ കാലിൽ ഒരു തരി മണ്ണ് പോലും വീഴില്ലായിരുന്നു. കുറിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. തമ്പുരാൻകുട്ടിയുടെ ഉന്നം പഴിക്കാറില്ല, ഇനി പഴിക്കത്തുമില്ല. വാ. ആ വണ്ടി ഒന്ന് നിർത്തണേ. ആ ഇതാര്? അധികാരിയോ? എന്താ അധികാരി, സുഖം തന്നെയല്ലേ? പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല. തമ്പുരാൻകുട്ടിയോട് ഒരു കാര്യം പറയാൻ ഇറങ്ങിയത്. എന്താ? നാളെ പഞ്ചായത്ത് കൂടുന്നുണ്ട്. തമ്പുരാൻകുട്ടിയെ കുറിച്ച് ചില പരാതികൾ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ നാട്ടിൽ ന്യായം നടത്തേണ്ട അധികാരിയാണ്. പരാതികളുണ്ടെങ്കിൽ കേൾക്കണം, തെളിവുകളുണ്ടെങ്കിൽ വിധിക്കണം. തെളിയിക്കാൻ വരുന്നതിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ആ അധികാരിക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ ഞാൻ വീട്ടിലേക്ക് കൊടുത്തയച്ചേക്കാം. ഇത് എന്തൊരു വലിയ മണിയാ. ഇവിടെ പൂജാരി ഒന്നുമില്ലേ? ഇല്ല, ഈ നട ഒരിക്കലും തുറക്കില്ല. ആര് വിചാരിച്ചാലും തുറക്കാനാവില്ല. ഈ കല്ലുവിളക്ക് നോക്കൂ, അതിനുള്ളിലെ ചുമന്ന കുങ്കുമം കണ്ടോ? ഇതെങ്ങനെ ഇവിടെ വരികയെന്ന് ആർക്കും അറിയില്ല. അറിവശ്യാം, ഇത് ചോരയാന്നാ പറയുന്നത്. ചോരയോ? അതൊരു പഴയ കഥയാ, പിന്നൊരിക്കൽ പറയാം. ആരെ കുങ്കുമം എടുത്ത് ഒരു പെണ്ണിന്റെ നെറ്റിയിൽ തൊടുവിച്ച് ഈ മണി 3 പ്രാവശ്യം മുഴക്കുന്നുവോ അയാൾ ആ പെണ്ണിനെ കല്യാണം കഴിച്ചതിന് തുല്യമാണ് എന്നാണൊരു വെപ്പ്. എന്നാ ഞാൻ കുയിലിന്റെ നെറുകയില് ഒരു കുറിയിട്ട് തരട്ടെ? ഇന്നല്ല, പിന്നെ ഒരു ദിവസം.